ആയിരം നന്ദി. എൻ്റെ പേര് ടെസി. ഞാൻ എടത്വായിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മയുടെ പേര് ഷാൻഡി. ഞങ്ങൾ ആദ്യമായിട്ടൊരു ഉടമ്പടി എടുക്കുന്നത് 2019 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. ഞാൻ നഴ്സിംഗ് ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ കയ്യിൽ കൃപാസന പത്രം കൊണ്ടു തന്നു. അപ്പോഴാണ് ഞാൻ ആലപ്പുഴയിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അങ്ങനെ ഞാൻ ആ പത്രം മുഴുവൻ വായിച്ചു. അതിനുശേഷം ഞാൻ ഒരു ദിവസം ലീവിന് വീട്ടിൽ വന്ന ദിവസം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി ക്ലാസ്സിനൊക്കെ ശേഷം ഈ പ്രദക്ഷിണം പോലെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയായിരുന്നു. അന്ന് അവിടെ തൊട്ട് ഈ മാതാവിൻ്റെ അടുത്ത് വരെ ആ മാതാവിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അമ്മ എല്ലാം അറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കോവിഡൊക്കെ വന്നു. അതിനുശേഷം 2022 ഞാൻ എൻ്റെ നഴ്സിങ്ങിൻ്റെ ഫൈനൽ എക്സാമാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ എക്സാമിന് തലേ ദിവസം മാത്രമേ ഹോൾ ടിക്കറ്റ് തരത്തുള്ളൂ. അങ്ങനെ ഞാൻ 2022 മെയ് 14-ാം തീയതി ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോയി. ആ സമയം ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് കോളേജിൽ പോകുന്നത്. അപ്പം 2 ബസ് മാറി കയറണം. ഇതുവരെ ഒരു ദിവസം പോലും ചെയ്യാത്തൊരു പണി ഞാൻ അന്ന് ചെയ്തത്, എൻ്റെ പേഴ്സിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള പൈസ മാത്രം വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബസ് ചാർജും അഡീഷണൽ ഒരു 50 രൂപ മാത്രം വെച്ചു. ബാക്കി പൈസയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ബസ് കയറി. എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാളയത്താണ് ആദ്യം ബസ് ഇറങ്ങുന്നത്. ബസ് പാളയത്ത് ഇറങ്ങി അവിടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് വേറൊരു ബസ്സിൽ കയറിയാലേ കോളേജിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. ആ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിലോട്ട് നോക്കിയപ്പോൾ കയ്യിൽ ചെയിൻ കാണുന്നില്ല. ട്രിവാൻഡ്രം പോലെ അത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഈ പോയത് കിട്ടത്തില്ല എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. അപ്പോൾ എപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ കൃപാസന ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ലോക്കറ്റ് എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെ ട്രാഫിക് പോലീസ് വന്നു. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. എൻ്റെ ആകെ ഇത്ര രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാശുരൂപത്തെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല, മാതാവേ നിനക്കറിയാലോ എൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ട് എനിക്കിത് വാങ്ങിച്ചു തന്നതാ, എനിക്കൊരു വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിൽ വിളിച്ച് പറയുന്നില്ല എന്ന് വിചാരിച്ചു. പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു. ആ സമയം എടത്വപ്പള്ളി പെരുന്നാളാണ്. അമ്മ അവിടെ പള്ളിയിൽ സ്റ്റാളിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതെനിക്ക് ചെയിൻ പോയി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ കോളേജിൽ പോ, ഹോൾ ടിക്കറ്റ് വാങ്ങിക്ക്, പരീക്ഷയല്ലേ വലുതെന്ന് പറഞ്ഞു. അമ്മ ഇല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ആദ്യം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എൻ്റെ മനസ്സ് പറയുന്നു, ഇവിടെ നിന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ലോക്കറ്റ് മുറുക്കെ പിടിച്ചു, ഒരു ഓട്ടോ പിടിച്ചു. പാളയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ എന്തോ ഭാഗ്യത്തിന് എന്നാൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റും കൂടി അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു, കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു, വേഗം വാ, ആ ബസ് ഇപ്പോൾ തിരിച്ചു പോകും, നമുക്ക് ഓടി ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഓടുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഓടാനൊന്നും പറ്റുന്നില്ല. പുള്ളി ചെന്നു, ബസ് ചോദിച്ചു, എവിടെ ഇരുന്നേന്ന് ചോദിച്ചു. ഞാൻ സീറ്റൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ ഫുള്ളും നോക്കി. ആദ്യം ഞാനാണ് നോക്കിയത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, അത് പോയി. എന്നിട്ട് ഞാൻ ഇറങ്ങി. പുള്ളി പറഞ്ഞു, മോൾ ഇരുന്ന സീറ്റൊന്ന് കാണിച്ചേന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. പുള്ളി അവിടെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൈഡിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. എനിക്കത് എടുത്തു തന്നു. അപ്പം തന്നെ ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയെ കിട്ടി. അത് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. കാരണം ഞാൻ മാതാവിനോട് അപ്പം തൊട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് മാതാവിനോട് ഞാൻ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഞാൻ ചോദിക്കുന്നതിൻ്റെ വലുതായിട്ട് മാത്രമേ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളൂ. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് പിന്നുള്ളത് 2022 തന്നെ എൻ്റെ അനിയത്തി എൻജിനീയറിംഗ് പാസ്സായതിന് ശേഷം അവൾ ഇതുവരെ അങ്ങനെ ആഗ്രഹങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞു അവൾക്ക് UK പോയി പഠിക്കണമെന്ന് പറഞ്ഞു. +1 10ാം ക്ലാസ്സും ഒക്കെ നല്ലപോലെ പഠിക്കുന്നതാണ്. അപ്പോൾ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനെ എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. അവൾ തന്നെ അവൾക്ക് വേണ്ട എല്ലാ കാര്യം ചെയ്തു. അങ്ങനെ ലോൺ വേണം, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ അത്രയും എമൗണ്ടായിട്ട് എടുക്കാനില്ല. അങ്ങനെ ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ചു. ആദ്യം ഒരു ബാങ്കിൽ ചെന്നു. എല്ലാ പേപ്പർ വർക്കും നല്ല സ്മൂത്തായിട്ട് തന്നെ പോയി. അവർ പറഞ്ഞു, ഇനി ഒന്നുമില്ല, നിങ്ങൾ വന്ന് ലോൺ എന്ന് കിട്ടുമെന്നുള്ള ഡേറ്റ് ഞങ്ങൾ പറയാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ലോൺ കിട്ടത്തില്ല, നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റായി. ഇനി പൈസയും കൂടെ കൊടുത്താൽ മാത്രം മതി, എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ വേറൊരു ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത് അവിടെ ബാങ്കുകാർ പറഞ്ഞ സർവ്വ ഡോക്യുമെൻറ്റ്സും കൃപാസന ലോക്കറ്റ് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണമെന്ന് മാത്രം പറഞ്ഞു. ബാങ്കിൽ കൊണ്ട് കൊടുത്തു. അത്ര വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അവർ പ്രോസസ്സിങ് കഴിഞ്ഞു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അനിയത്തി 2023 ജനുവരി 17 യു കെയിൽ പോയി. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ലോൺ കിട്ടുന്നത്. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അടുത്ത് ഇനിയും പറയാനുള്ളത്, ഞാൻ 2022 നഴ്സിംഗ് പാസ് ഔട്ട് ആയതിനു ശേഷം OET പഠിക്കാനായിട്ട് ഞാൻ ചേർന്നു. അങ്ങനെ OET 2 മാസം കോച്ചിങ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ സെപ്റ്റംബർ ഡേറ്റ് എടുത്തു 2022. അങ്ങനെ എക്സാം ഡേറ്റ് എടുത്തു. ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു, ലോക്കറ്റും തന്നു. അപ്പോൾ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, അമ്മേ നീ നോക്കിക്കോണം, ഞാൻ പോവുകയാണ്. അങ്ങനെ എക്സാമിന് ചെന്നു. എനിക്കറിയത്തില്ല, ഞാൻ എല്ലാം ചെയ്തു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നില്ല, അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അമ്മ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷ പോലൊന്നും ആയില്ല. എനിക്ക് കിട്ടിയ സ്കോറ് ക്ലബ്ബിംഗ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലബ്ബിംഗ് സ്കോർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുവരെയുള്ള എൻ്റെ വിശ്വാസമൊക്കെ പെട്ടെന്ന് ആ 1 മിനിറ്റ് തന്നെ അങ്ങ് ഇല്ലാതായി. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, അമ്മേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി പോകുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ടെസ്സി ഇങ്ങനെയൊക്കെ പറയുന്നേ, നീ എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ടില്ലേ, അതിൻ്റേതായ സമയത്ത് അത് നടക്കുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, ഇനി ഞാനും അങ്ങനെ ഉള്ളൂ, ഇനി ഞാനായിട്ടൊന്നും ചോദിക്കത്തില്ല, എല്ലാം നടക്കട്ടെ, അമ്മയുടെ സമയത്തെല്ലാം ചെയ്തു തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലിക്ക് കയറി. അനിയത്തി ഞാൻ പിന്നെ OET എഴുതുന്നില്ല എന്നുള്ള വാശിയിലായി. 2023 ജനുവരി 28 എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് ഒന്നും കൂടെ എഴുതി, ക്ലബ്ബിംഗ് ഇല്ലേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2023 ജനുവരി 28 അടുത്ത എക്സാം എഴുതി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ല, അച്ഛൻ തന്ന ലോക്കറ്റ് എൻ്റെ ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതാൻ പോയി. അപ്പോൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ഞാൻ ഈ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ നിന്നെ തന്നെ ഏൽപ്പിക്കുവാണ്, എനിക്കറിയത്തില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, പക്ഷേ എന്നെ വിഷമിപ്പിക്കുകയും ചെയ്യല്ലെന്നോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതി റിസൾട്ട് ഞാൻ നോക്കത്തില്ല, എനിക്ക് പേടിയാണ് റിസൾട്ട് നോക്കാൻ. അപ്പോൾ റിസൾട്ട് വന്നു എന്നൊക്കെ മെയിൽ വന്നു, പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാൻ റെഡിയല്ല, എനിക്ക് പേടിയാണ്. ഞാൻ റിസൾട്ട് നോക്കി. എനിക്ക് ആ റിസൾട്ട് കണ്ടിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിശ്വാസത്തിലിരുന്നു. അനിയത്തി ചോദിച്ചു, അവൾക്ക് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, ടെസ്സി ഇത് 2 സ്കോർ കൂടെ നോക്കിയാൽ നിനക്ക് UK സ്കോർ ഉണ്ട്, നിനക്ക്